എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കേദൽ കൊണ്ട് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. കേദൽ മുറിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മുള്ളൊക്കെ കളഞ്ഞ് നല്ല നല്ല കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട്. കേദൽ പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്നു കേട്ടോ. കേര, ചൂര എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ നാടുകളിൽ എന്താ ഈ മീനിനെ പറയാമെന്ന് പറയണേ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 2-3 കറിവേപ്പില ഇട്ടിട്ട് പിന്നെ ഉള്ളി ഇടുക. ഉള്ളി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇടാം. ഉള്ളി നല്ലോണം വാടുന്നത് വരെ നന്നായി ഇളക്കണം. നല്ലോണം ഇളക്കി തക്കാളിയും പച്ചമുളകും വേറെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം വാടുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. അടുപ്പത്താണ് കേട്ടോ ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് വെച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട്. തക്കാളി നല്ലോണം വാടണം കേട്ടോ, അല്ലെങ്കിൽ വെള്ളം ഊറിയതുപോലെ നിൽക്കും. തക്കാളി നല്ലോണം വാടിക്കഴിഞ്ഞാൽ ഇത് മൊത്തത്തിലൊന്ന് ഇളക്കാം നമുക്ക്. പിന്നെ കൊത്തമല്ലി അരച്ച് വെച്ചിട്ടുണ്ട്. കൊത്തമല്ലി അരച്ചത് നമുക്കിനി തക്കാളി ഉള്ളിയിലേക്ക് മാറ്റി ഒഴിക്കാം. ഇതൊക്കെ നല്ലപോലെ തക്കാളിയൊക്കെ നല്ലോണം ഉടച്ചിട്ട് നമുക്ക് കൊത്തമ്പാരി അരച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കൊത്തമ്പാരി അരച്ചത് അതിലേക്ക് ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. ഒരിത്തിരി വെള്ളം കൂടി ഒഴിക്കുക കേട്ടോ. ഇത്തിരി വെള്ളം കൂടി ഒഴിക്കുക. വെള്ളം കൂടി ഒഴിച്ച് നന്നായി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മുറിച്ച് വെച്ച മീൻ ചേർക്കാം. മീൻ മുള്ളൊക്കെ എടുത്ത് കളഞ്ഞു വെച്ചതാണ് കേട്ടോ. നല്ല പീസായിട്ട് മീൻ കിട്ടിയിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കരുത് കേട്ടോ. മീൻ മുള്ളെടുത്തത് കൊണ്ട് ഒരുപാട് അങ്ങ് ഇളക്കി കൊടുക്കരുത് കേട്ടോ. മീൻ പൊടിഞ്ഞു പോകും. പിന്നെ നമുക്ക് മൂടി വയ്ക്കാം. ഇവിടെ തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ചത് നമുക്ക് മൂടി തുറന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിക്ക് പിടിക്കുന്നത് നോക്കണേ. തീ കുറച്ച് വെച്ചാൽ മതി. നല്ലപോലെ ഇളക്കാൻ പറ്റില്ല കേട്ടോ. മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അരവ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള മീൻ കറി ഇപ്പോൾ റെഡിയാകാൻ പോവുകയാണ്. നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. നല്ലോണം തിളച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. കുറച്ച് സമയം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. മൂടി തുറന്ന് നോക്കുന്നുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. സൂപ്പർ കറി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.